ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് മക്കൾക്ക് ക്ലാസ് ഇല്ലയെന്ന് കരുതിയിട്ടോ. അപ്പോൾ തലേ ദിവസം രാത്രി ഒരു 9:30 ആയപ്പോഴാണ് അവർ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വാട്സപ്പ് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ പതിവ് പോലെ ഞാൻ മോനെ 5 മണിയായപ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ 5:30 ആയപ്പോഴേക്കും അവൻ ട്യൂഷന് പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഇന്ന് ക്ലാസ്സിലില്ലോ, ചായക്കൊക്കെ പയ്യെ ഉണ്ടാക്കിയതില്ലോ എന്ന് കരുതി ഒരു 6:30 ആയപ്പോഴേക്കും എഴുന്നേറ്റ് വന്ന് അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ 8:30 വന്ന് അവൻ മൊബൈൽ നോക്കിയിട്ട് അവൻ പറയണത്, മമ്മി ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ടെന്ന് പറയണത്. പിന്നെ ആകെ ഒരു തിരക്കായിരുന്നു. ചോറാണെങ്കിലും ഒന്നും തിളപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം അവനോടും അവൻ്റെ യൂണിഫോമൊക്കെ തേച്ച് കൊടുത്ത് അവനോട് റെഡിയാവാൻ പറഞ്ഞു. ഞാനും വേഗം റെഡിയായിട്ട് തണിക്ക് പോയി. ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശയും കഴിച്ച് മോക്കുള്ളത് പാഴ്സലും പറഞ്ഞ് പിന്നെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും അവന് സ്കൂളിലേക്കുള്ളത് ലഞ്ചാക്കി എടുക്കുകയും ചെയ്തു കേട്ടോ. അവന് 9:30 ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തണമായിരുന്നു. ഒരു കണക്കിന് ഓടിപ്പെടുത്തി ഞാൻ അവന് ഒരു 9:30 ആയപ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തിച്ചു കേട്ടോ. അവന് സ്കൂളിലേക്കാക്കി വന്ന വഴിക്ക് ഞാൻ 2 ചെടി മേടിക്കാമെന്ന് കരുതിയിട്ട് തണിയിലുള്ള നഴ്സറിയിലൊന്ന് കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി 2 ചെടിയൊക്കെ മേടിച്ച് ഉച്ചത്തേക്ക് കറി വയ്ക്കാൻ ബീഫൊക്കെ മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 10:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊന്നും പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയൊരു വെയിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങട്ടെ എന്ന് കരുതി അതൊക്കെ പുറത്തേക്ക് വെച്ച് വേസ്റ്റ് പിന്നെ ഒന്ന് കഴുകി ഒന്ന് വെയിൽ കൊള്ളാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ആ കൗണ്ടർ ടോപ്പ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ചില ദിവസങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല എന്ന് പറയില്ലേ, ഇന്ന് അങ്ങനെ ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ. അതായിരുന്നു രാവിലെ അലക്കൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും ഇരിക്കാമല്ലോ എന്ന് കരുതിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് മോൻ വന്നിട്ട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞത്. ഈ വക ജോലികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പാടില്ലെങ്കിലും ചെയ്തേ പറ്റൂ. അടുക്കള ക്ലീനായി കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പകുതി ഒരു സമാധാനം കേട്ടോ. പിന്നെ ഞാൻ മീനിൻ്റെ ബൗളൊന്ന് ക്ലീനാക്കാമെന്ന് കരുതി. ഇത് വെക്കേഷന് മേടിച്ചതാണ് കേട്ടോ. മോന് വെക്കേഷന് അവൻ പറഞ്ഞു അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പൊക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് മീൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അവൻ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഈ കേടായ ഫ്രിഡ്ജ് ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കായിരുന്നു. അന്ന് ഞാൻ എന്തെങ്കിലും അവിടെ ഇനി പുറത്ത് കളിക്കാൻ പോകില്ലോ എന്ന് കരുതി അവന് കുറച്ച് മീനൊക്കെ മേടിച്ചപ്പോൾ ഞാനൊരു ഫൈറ്ററിനെ മേടിച്ച് അടുക്കളയിലേക്കും വെച്ചാണ്. അവൻ്റെ മീൻ ആ കുറച്ച് ദിവസം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പള്ളിയിലും പോയില്ല, മീനിപ്പോൾ നോക്കട്ടോ ഇല്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ പക്ഷെ അത് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അടുക്കളയിൽ മറ്റേ സവാള തൊട്ടിലാണ് നമ്മൾ ഇപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആ കുപ്പി വെച്ചേക്കണത്, ആ ടിന്നൊക്കെ എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് കരുതിയാണ് ഞാനത് മേടിച്ചത്. പക്ഷേ അത് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തമില്ലാത്ത കാരണമാണ് ഞാനത് അവിടെ വെച്ചേക്കണം കേട്ടോ. വലിയ വില ഉണ്ടായില്ല, അങ്ങാണ്ട് 200 ചില്ലാൻ രൂപയും ഉണ്ടായുള്ളൂ 3 കൂടി. അപ്പോൾ അതവിടെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ബീഫ് ഒന്ന് ഉച്ചത്തേക്ക് കറി വയ്ക്കാമെന്ന് കരുതിയാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് ഇത്തിരി ചൊറുക്ക വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബീഫും ചിക്കനൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടുവന്നാൽ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെള്ളം പോകാൻ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കരുതി ആ ചെടിയൊക്കെ ഒന്ന് നടാമെന്ന് കരുതി. അത് മൊത്തം ഇവിടെ ഫ്രണ്ട് വശമൊക്കെ ഇപ്പോൾ നിറച്ച് കാട് പിടിച്ചെടുക്കാം കേട്ടോ. മഴ പെയ്യുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അപ്പച്ചൻ വന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞോളൂ ഇവിടെ കപ്പയൊക്കെ നട്ടു വെച്ചേക്കണേൽ. കാരണം അവിടെ ഒരു സൈഡിൽ ചെറിയൊരു നാരകം നിൽപ്പുണ്ട്, അപ്പുറ സൈഡിൽ ഒരു ജാതി നിൽപ്പുണ്ട്. അപ്പോൾ ഈ കപ്പയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അത് കാറ്റ് വന്നപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോയായിരുന്നു. നമ്മൾ പിന്നെ അത് ഒടിച്ച് കളഞ്ഞിട്ട് പിന്നെയും പൊടിച്ച് വന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അറുത്ത് മാതിരി വന്നായിരുന്നു. പിന്നെ നിറച്ച് പുല്ലും പിടിച്ചില്ല. അപ്പോൾ അപ്പച്ചൻ വന്നപ്പോൾ ജാതിയൊന്നും ഇതിൻ്റെ ഇടയിൽ വളരണില്ല, നിറച്ച് കാറ് പിടിച്ചെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പം ചീത്ത പറഞ്ഞുകൊണ്ടായി ഇനി ഇവിടെ കപ്പയൊന്നും നടരുതെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കപ്പ പറിച്ചിട്ട് ആ സ്ഥലത്ത് മരമുല്ല കേട്ടോ ഞാൻ മേടിച്ചിരുന്നത്, അത് അവിടെ നട്ടു. പിന്നെ ഒരു ചെടി ഇതായിരുന്നു കേട്ടോ, അതിപ്പോൾ ഞാൻ നട്ടില്ല. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പച്ചൻ വന്നപ്പോൾ അപ്പച്ചൻ ക്ലീനാക്കി ഇട്ടുകൊണ്ട് പോയി കേട്ടോ. ഈ ജാതിയും മറ്റേ ആ പ്ലാവും പേരയൊക്കെ അപ്പച്ചൻ തന്നെ വെച്ചാണ് കേട്ടോ. ഇതൊക്കെ വരച്ചിട്ട് ഏകദേശം ഒരു 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ആ പ്ലാവുമ്മേന്ന് നമുക്ക് 3-4 ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ബഡ് ചെയ്താണല്ലോ. പിന്നെ ഇവിടെ 3-4 ജാതി ഉണ്ടായിരുന്നു ആദ്യം. നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മേടിച്ച് എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞപ്പോൾ അതങ്ങനെ കാറ്റത്ത് മറിഞ്ഞു പോയി എന്നുള്ളതാണ്. അതിന് ശേഷം വെച്ചേക്കണം അപ്പച്ചന ജാതിയൊക്കെ. അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും മോള് വന്നിട്ട് 12:30 ആയി, മമ്മി ചോറ് വെക്കണില്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ബീഫ് വെച്ച് ഇനിയിപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കൽ നടക്കില്ലാന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇച്ചിരി മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പും മുളകൊക്കെ വെച്ച്. പിന്നെ അതൊക്കെ ഒന്ന് വറക്കാനായിട്ട് വെച്ച് പിന്നെ വെയിലത്തേക്ക് വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്ത് അതാത് സ്ഥലത്തേക്കൊന്ന് എടുത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ആ ഉപ്പും മുളകും ആ ബീഫിലേക്ക് ഉപ്പും മുളകൊക്കെ തിരുമ്മി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചെടി നടന്നിട്ട് ഇടയ്ക്ക് അയൽവക്കത്ത് ചേച്ചിയോട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറയാറുണ്ട് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, പള്ളിയിൽ ഇന്ന് കഞ്ഞി ഉണ്ടല്ലോ എന്ന്. ഞങ്ങൾക്കിവിടെ കപ്പളിയിൽ സെക്കൻഡ് സാറ്റർഡേ നൊവേന കഴിയുമ്പോൾ കഞ്ഞി ഉണ്ടാവും.
അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ബീഫ് വയ്ക്കണ്ട, ഉച്ചത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ മീൻ വറുത്ത കൂട്ടി ചോറുണ്ടാന്ന് കരുതി. അതങ്ങനെ തന്നെ ഉപ്പും മുളകും മഞ്ഞളൊക്കെ തിരുമിയത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. ഞാൻ ചോറ് ഊറ്റി വെച്ച് ഞാൻ ഈ ബെഡ്ഷീറ്റും കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഓൺലൈൻ പർച്ചേസിങ് ഇച്ചിരി കൂടിയുണ്ട്. ബെഡ്ഷീറ്റ് എനിക്കിഷ്ടമായി, പക്ഷേ അതിൻ്റെ തലോണ കവർ എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം തലോണ കവർ ഭയങ്കര ചെറുതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കിങ് സൈസ് ആട്ടോ. ബെഡ്ഷീറ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, പക്ഷേ തലോണ കവർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ ചോറിയിട്ടേ കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അവൻ്റെ മാറ്റിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് വന്നപ്പോഴേക്കും അപ്പോൾ അവൾ അവിടെ ഇരുന്ന് ചോറൂണും കഴിഞ്ഞ് മാങ്ങ ചെയ്തിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. മീൻ വറുത്തതും ഇത്തിരി വെളുത്തുള്ളി അച്ചാറും ഇഞ്ചി അച്ചാറും അത് രണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കടയിൽ കണ്ടപ്പോൾ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഒരു വീട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ചെടിയൊക്കെ മറ്റേ ഒരു ചെടി നടാനുണ്ടായിരുന്നല്ലോ, അത് ഇപ്പുറത്തെ സൈഡ് ഒന്ന് നട്ടു വെച്ചിട്ടുണ്ട്. നിറച്ച് ജോലിയാണ് അവിടെ. ഇനി അപ്പച്ചൻ വരുമ്പോൾ എന്ന് പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഞാൻ അകത്ത് വെച്ചേക്കണ 3-4 ചെടിച്ചട്ടിയും കൂടി ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്ട് 5-6 പീസ് ഉണ്ടായിരുന്നു. അതും വലിയ വിലയൊന്നും ഇല്ല, 200 രൂപയാണ്. അപ്പോൾ ഞാൻ അകത്തിരിക്കുന്ന മണി പ്ലാന്റ് വെള്ളത്തിൽ വെച്ചേക്കണതാണ്. അപ്പോൾ അതെന്തോ വലിയ കാര്യമായിട്ട് വളരാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി മണലും പിന്നെ അപ്പച്ചൻ ചാണപ്പൊടി വന്നിട്ടുണ്ടായിരുന്നു ജാതിക്കൊക്കെ ഇടാൻ വേണ്ടി. അതിനകത്ത് കുറച്ചെടുത്ത് പിന്നെ മുട്ടയുടെ തൊണ്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കിയത്. അതൊക്കെ പാടെ പൊടിച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത് ഞാൻ ചട്ടിയിലാക്കിയിട്ട് കുപ്പിയിലിരുന്ന 3 കുപ്പികളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്ത് ഞാൻ മണ്ണിലേക്ക് നട്ടു കേട്ടോ. ഇനിയെങ്കിലും നല്ലോണം വളരണമെങ്കിൽ വളർന്ന് വരട്ടെ കരുതി. ഒരെണ്ണം ഞാൻ ഏകദേശം 1.5 മാസം മുമ്പ് മണ്ണിൽ നട്ട് വെച്ചായിരുന്നു, പക്ഷേ അത് അത്രയും കൂടെ ഉഷാറായിട്ട് വരുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനകത്ത് മുട്ടത്തോടൊക്കെ ചേർന്നിട്ടല്ലോ എന്ന് കരുതി ഞാൻ കുറച്ച് മണ്ണ് അതിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ മണ്ണിൽ ഇച്ചിരി നനവുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കരുതി നല്ല വെയിലുണ്ട്, അപ്പോൾ അതൊന്നും അവിടെ ഇരുന്ന് ഡ്രൈ ആവട്ടെ എന്ന് കരുതി. പിന്നെ അന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഉച്ച കഴിഞ്ഞ് കപ്പളിൽ കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലായിടത്തും കിടന്ന് ഉറങ്ങി എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി വന്നതിന് ശേഷമുള്ള പരിപാടികളാട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാമെന്ന് കരുതിയാണ്. അപ്പോൾ ടേബിളുമൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. കമ്പനിയിൽ നിന്ന് ഓഡിറ്റ് ചെയ്തതിൻ്റെ ഫയൽ വന്നിട്ട് വന്ന പാടാ ടേബിളും വെച്ചുകൊണ്ട് പോയിട്ട് പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ താഴെ ബൈബിളും കാര്യങ്ങളൊക്കെ ഒന്ന് അടക്കി പറക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വന്നപ്പോഴുള്ളത് ഇവിടെ മോൻ്റെ സ്റ്റഡി ടേബിൾ കഴിഞ്ഞ ദിവസം മനിയാക്കിയതാണ്. അത് പിന്നെയും ആകെ അലങ്കോലമായിട്ട് കിടപ്പുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് വേഗം അടക്കി പറക്കി വെച്ച് പിന്നെ മോൻ്റെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ബെഡ്ഷീറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ കിടക്കണം കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതിങ്ങനെ സൈഡിൽ അലാസ്റ്റിക് ഉള്ളതാട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ അവൻ കിടന്നു നിൽക്കുമ്പോൾ ബെഡ്ഷീറ്റൊന്നും ബെഡും ഉണ്ടാവില്ല. നമ്മളെത്ര ഉള്ളിലേക്ക് തിക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പുള്ളിക്ക് കാലും കൊണ്ട് ചവിട്ടി തിരുമ്പി പുറത്തേക്ക് എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ ആ ഒരു കുഴപ്പമൊന്നും കണ്ടില്ല. ഇപ്പോൾ ഞങ്ങൾ മുറി ചെന്നപ്പോൾ മോള് പള്ളിയിൽ പോയിട്ട് എല്ലാ ഡ്രസ്സും കൂടി അവിടെ തന്നെ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ അവളുടെ സ്റ്റഡി ടേബിൾ വേണമെങ്കിലും ചീപ്പും തലയിലിടുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് പിന്നെ ബെഡ്ഷീറ്റ് അവൾ മടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതത്ര ക്ലിയർ ഇച്ചിരി ഞങ്ങൾ ബെഡ്ഷീറ്റിനാണ് പുതപ്പായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു, അവൾ മടക്കിയിട്ട് അത്ര ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോളൊക്കെ ഒന്ന് അടിച്ചു പാടി കേട്ടോ. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റിയൊക്കെ അത് അവൻ എത്ര ഞാൻ ഇരിക്കിയിട്ടാലും അവൻ ടി വി കാണാൻ നേരത്ത് അത് സെൻറ്ററിൽ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അതാ സ്ഥലത്തേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ രാവിലെ ചായ കുടിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങൾ മോൻ്റെ ചായ കുടിച്ചതിൻ്റെ ഞങ്ങളുടെ കഴുകി വെച്ചായിരുന്നു കേട്ടോ. അവനോട് എത്ര പറഞ്ഞാലും അവൻ ആ കാര്യത്തിലെത്തിരി പിന്നോക്കം തന്നെ കേട്ടോ. പിന്നെ അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ചോറ് വേഗം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മക്കൾ വരാറായിരുന്നു കേട്ടോ ഈ സമയമായിപ്പോഴേക്കും. എത്ര മാർക്കുണ്ട്? 20-ൽ 19. എൻ്റെ അമ്മ അത്ഭുതം. സാവി ടി വി എന്തിനാ ചാർജ് ചെയ്യണേ? ടി വി ചാർജ് ചെയ്യില്ല. സ്കൂളിലെ പരീക്ഷ പേപ്പർ ഇങ്ങനെ കിട്ടട്ടെ. നീ പറയണല്ലേ ഇപ്പൊ ചാർജ് ചെയ്യണ്ട, ഞാൻ പറയാം. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. 1:30-ക്കല്ലേ സിനിമ. ഇപ്പൊ തന്നെ പോണല്ലേ? കഴിഞ്ഞ ദിവസം കാറ്റീസം ക്ലാസ്സിൽ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേപ്പറിനാണ് വന്നപ്പോൾ തന്നെ കാണിച്ചിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ വരുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1:15-നുള്ള സിനിമ. അപ്പോൾ അതിന് പോകാനുള്ള സന്തോഷമാണ് അവിടെ കാണുന്നത്. പിന്നെ ടി വിയുടെ ചാർജ് ഇന്ന് രാവിലെ തീർന്നുപോയി. ഞാൻ ഇനിയിപ്പോൾ അത് ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അവന് എങ്ങനെയും അത് ചാർജ് ചെയ്തേ പറ്റൂ. വൈകുന്നേരം ബിഗ് ബോസ് കാണാനാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഈ ഓണം വെക്കേഷനായിട്ട് ചാർജ് ചെയ്യാൻ നിർത്തിയിരിക്കുകയാണ്. എന്തോരം പറഞ്ഞാലും ടി വി വയ്ക്കരുതെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. ചാർജ് ചെയ്താലേ കുഴപ്പമുള്ളൂ. ചാർജ് ചെയ്യാണ്ടിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ. അത് കാരണം ഞാൻ ഈ പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടതെന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതെ ഇപ്പോൾ പോകില്ലെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് പറഞ്ഞുകൊണ്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ആ കാണുന്നത്. മമ്മിക്ക് കുറച്ചെടുത്തേക്കാമോ? ചോറ് മമ്മിക്ക് കൊടുത്തോളി. അതല്ല കുറച്ചും കൂടി എടുക്കും. അര സ്പൂൺ. എനിക്ക് അത്ര വേണ്ട, കുറച്ച് മതി. സാവി ചോറിനാ വന്നില്ലേ? മൂടി വയ്ക്കാത്തത് അപ്പൊ അതുവരെ തുറന്നിരിക്കട്ടെ. ചോറിനായിരിക്കുന്നുണ്ടെങ്കിലും അവന് വലിയ താല്പര്യമില്ല കേട്ടോ. ബീഫിനോട് വലിയ താല്പര്യമില്ല പുള്ളിക്ക്. അപ്പം എന്തിനാ ബീഫ് മേടിച്ചതെന്നും പറഞ്ഞോണ്ടാണ് ചീത്ത പറഞ്ഞോണ്ടാണ് അവനെ ചോറിനായിരിക്കണത് കേട്ടോ. ഊണ് കഴിഞ്ഞ് വേഗം റെഡിയായിട്ട് ഞങ്ങൾ വേഗം സിനിമയ്ക്ക് പോയിട്ടോ. അപ്പോൾ അങ്കമാലിൽ കാർണിവലിലാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കണത്. വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റത്തെ ഡ്രൈവ് ഉള്ളൂ അങ്കമാലിലേക്ക്. പോണ വഴിക്ക് അവൾ വലിയ കാര്യമായിട്ട് പറയണത് വേറെ ഒന്നുമല്ല കേട്ടോ. നാളെ അപ്പോൾ അവൾ പ്രൈവറ്റ് ബസ്സിന് പോണത്. അപ്പോൾ പ്രൈവറ്റ് ബസ്സിന് പോകണം ST ആയിട്ടുള്ള പിള്ളേർക്ക് കൊടുക്കണത്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി ചില്ലറ പൈസ വേണമെന്നുള്ളതാണ് പുള്ളിക്കാരി ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിയേക്കണത്. കാരണം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് തപ്പുമ്പോൾ ചിലപ്പോൾ ചില്ലറ പൈസ ഉണ്ടാവില്ല. അപ്പോൾ പോണ വഴിക്ക് ഏതെങ്കിലും കടയിൽ നിർത്തിയിട്ട് കോയിൻ മേടിക്കണം, എന്നാലാണ് അവൾക്ക് നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് അവൾ ആ വലിയ കാര്യമായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു. ഇന്നലെ സാധു ക്ലാസ് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ തുടങ്ങി പറയുന്നുണ്ട് സിനിമ കാണാപ്പാന്ന്. അപ്പോൾ ഞാൻ കപ്പടയിലെ കുർബാന ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞത് ഇന്നത്തേക്ക് ആക്കിയതാണ്. ബുക്ക് ചെയ്തേക്കുന്ന സിനിമ സുമതി വളവായിരുന്നു കേട്ടോ. ആ സിനിമ ആർക്കും വലിയ തൃപ്തിയായില്ല കേട്ടോ. ഒന്നും ചിരിക്കാനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് അടുത്ത സിനിമ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ഈ സാഹസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടു കേട്ടോ. അത് അത്യാവശ്യം നേരം പോക്കുണ്ട് കേട്ടോ. ചിരിക്കാനുണ്ട്, വലിയ കഥയൊന്നുമില്ല 2 സിനിമയിലും. എന്നാലും തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞാൽ കാണാൻ പിന്നെ ഒരു ഭേദം സാഹസം തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഞാൻ തിയേറ്ററിൽ പോയി 2 സിനിമ ഒരു ദിവസം തന്നെ കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 7:30 ആയിരുന്നു കേട്ടോ. പിന്നെ 2 പേരോട് ഇരുന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ട് 2 പേരും വേഗം പോയിരുന്ന് പഠിക്കാൻ കയറിയുണ്ട്. അപ്പോൾ ഇന്ന് വലിയ കാര്യമായ വിശേഷങ്ങളൊന്നുമില്ല, ഒരു മടി പിടിച്ചൊരു ദിവസം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.